പന്തനം വരെയുള്ള സ്ഥിതിയാണെങ്കിൽ കിലോമീറ്റർ ഇനിയും കൂടും. അത് വേറെ സ്ഥലത്തേ ഉള്ളൂ. കോളേജിയറ്റ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴോ ഈ പോക്കുവരവ് തീർത്തും അസാധ്യമാണ്. അത്രയും ദൂരം ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചെറിയ സംവിധാനങ്ങൾ വാടകയ്ക്ക് എടുത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. SSLC 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒറ്റയ്ക്ക് ഒരു കൂട്ടം കുട്ടികൾ കൂടി ഒരു സ്ഥലത്ത് പോയി വീടൊക്കെ വാടകയ്ക്ക് ചെറിയ സംവിധാനങ്ങൾ എടുത്ത് സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം ശരിക്കും ഉത്തരാഞ്ചലിലും ഹിമാചൽ പ്രദേശിലൊക്കെ വലിയ കഷ്ടമാണ്. ഈ പരമ്പരാഗതമായ കൃഷി തന്നെയാണ് അവരുടെ കൃഷി ഇപ്പോഴും. പക്ഷെ അതിലവര് അഭിമാനം കൊള്ളുന്നു. അന്നാൽ ഭവന്തി ഭൂതാനി എന്നല്ലോ നമ്മുടെ വേദങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ അതുപോലെ കൃഷി ചെയ്യുക, കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റഴിക്കുക, അത് കഴിയുന്നതും കലർപ്പില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കൃഷികള്. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഒരു വളപ്രയോഗം ഈ ചിത്കുൾ ഗ്രാമത്തില് ആപ്പിളിന് ഒരു ആപ്പിൾ ചെടിക്ക് 100 ഗ്രാം വെച്ച് യൂറിയ ഇടുന്നവര്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ ചാണകവും കുതിര ചാണകവും എല്ലാം പശുവിന്റെ ഒക്കെ ധാരാളം ഉണ്ട്, മണ്ണ് വളരെ ഫലഭൂയിഷ്ടാണ്, പിന്നെ എന്തിനാ നിങ്ങൾ ഈ യൂറിയ കൊണ്ടുവന്ന് അനാവശ്യമായിട്ട് ഇതില് ഇടുന്നതെന്ന് ചോദിച്ചപ്പോ വളം കൂടുതൽ കെട്ടിക്കിടക്കാണ്, മോർ ദാൻ സഫീഷ്യന്റ് ആണ്. അപ്പൊ അത് വലിച്ചെടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡോസ് 100 ഗ്രാം മാത്രം വെച്ച് കൊടുക്കാം. പിന്നെ അവരടിക്കുന്ന മരുന്നുകള് കീടനാശിനികളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. ഈ പുകയില കൊണ്ടുള്ള ചില കൂട്ടുകളും അത് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ. പിന്നെ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് മരത്തെ പരിചരിച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനം. ഒരു മരത്തുനിന്ന് 8000 റുപ്യയുടെ ആപ്പിള് കിട്ടും. അപ്പൊ ഒരു 100 അല്ലെങ്കിൽ 200 മരങ്ങളുള്ള സാധാരണക്കാരൻ അവിടെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് റിച്ചാണ്. അപ്പൊ കൃഷി കൊണ്ട് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പൊ കണ്ട സഞ്ചാരം നടത്തിയതിന്റെ ഇടയിലൊക്കെ നോക്കുമ്പോൾ മറ്റെന്തിനേക്കാൾ നിന്നുള്ള ഇൻകം, കൃഷിയിൽ നിന്നുള്ള ഇൻകത്തിന് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ. ഈ കൃഷിയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു പാരിസ്ഥിതിക സൗന്ദര്യം ഇതിൽ അലിയിച്ചു ചേർക്കാൻ താങ്കൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇത്തരം ചെറിയ നിരീക്ഷണങ്ങളിൽ കൂടെ കൈലാസത്തിൽ പോകുന്നവർക്ക് 2 ജീവിതമുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൈലാസത്തിൽ പോകുന്നതിന് മുൻപുള്ളൊരു ജീവിതവും കൈലാസം കണ്ട് മടങ്ങിയതിനു ശേഷമുള്ളൊരു ജീവിതവും. കൈലാസം കണ്ട് മടങ്ങുന്നവരൊക്കെ മനസ്സിൽ ഒരു സരോവരവും കൊണ്ടാണ് മടങ്ങി വരുന്നത് എന്നും വായിച്ചിട്ടുണ്ട്. രാമചന്ദ്രൻ മനസ്സിൽ കൂടെ കൊണ്ടുവന്ന സരോവരം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കൈലാസ് മാനസരോവർ യാത്ര നടത്തിയതിന് ശേഷമാണ് യഥാർത്ഥത്തിലെ സാഹിത്യ ലോകത്തിലേക്കുള്ള എൻ്റെ ഈ വരവ് ഉണ്ടാവുന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് വളരെ മിനിമായിട്ടുള്ള ചില വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്ര ശ്രദ്ധിക്കപ്പെടേണ്ടതൊന്നുമില്ല. കോളേജിയറ്റ് തലത്തിലൊക്കെ ഒരു ഷോർട്ട് സ്റ്റോറി എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് കോമേഴ്സ് പഠിച്ച എനിക്ക് ഇതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. വായന നന്നായിട്ട് ചെയ്യാറുണ്ട് ആദ്യം മുതലേ. പക്ഷെ അതിൽ കവിഞ്ഞ് സാഹിത്യത്തിനോടുള്ളൊരു കമ്പം എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായിട്ടില്ല. ആ സിദ്ധി അത് ഡെവലപ്പ് ചെയ്ത് വന്നത് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ശേഷമാണ്. അതിനു മുമ്പ് ഹിമാലയത്തിലെ 4 ധാമങ്ങളിലേക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് 1-2 ചില റൈറ്റപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും എഫക്റ്റീവായിട്ട് ഒരു യാത്രയിലേക്ക്, ഒരു എഴുത്തിലേക്ക്, ഒരു സാഹിത്യരചനയിലേക്ക് വന്നത് കൈലാസ് മാനസരോവർ യാത്ര നടത്തിയതിന് ശേഷമാണ്. അത് പ്രത്യേകിച്ച് 1-2 സംഭവങ്ങൾ അതിന് ഓർക്കാനുള്ളത്, മാനസ സരസിനെ നടന്ന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പാർവതീദേവി നീരാടിയ കടവില് എത്തി. അവിടെ ഞങ്ങൾ കുളിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായ ഒരു അനുഭവം ഒരു റബ്ബർ ഷീറ്റിൽ ചവിട്ടുന്നത് പോലെ പൊന്തി താണു എന്നുള്ള ഒരു വരി കൊണ്ട് മാത്രം ഞാൻ ആ പരാമർശം ഒതുക്കി മാറ്റിക്കുകയാണ്. പക്ഷെ അവിടെ ഉണ്ടായ അനുഭൂതി അത് എന്തോ വലിയൊരു ആക്ടിവേഷൻ എന്നിലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം തുടർന്നുള്ള യാത്രകളിൽ അവിടുന്ന് തൊട്ട് യഥാർത്ഥത്തിൽ
ഹിമാലയൻ യാത്ര ഒരു തടസ്സമില്ലാതെ സുഗമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറുക, അനുഭൂതികൾ കണ്ടമാനം ഓരോ യാത്രകളിലും ഉണ്ടാവുക, കൂടുതൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഓരോ യാത്ര കഴിയുമ്പോഴും അതിനെ തുടർന്ന് അനുഭവപ്പെടുക. അങ്ങനെ പിന്നീട് സാഹിത്യരംഗമായിട്ട് ഇതൊക്കെ കണക്ട് ചെയ്ത് വന്നു. പുസ്തകരചനയിലേക്ക് വന്നു. രണ്ടാമത്തെ പുസ്തകം ഇറങ്ങി. തുടർന്ന് യാത്രകൾ നടത്തി. ഇപ്പോൾ ഈ മെയ് ജൂണിലും യാത്ര നടത്തി. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ആ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ, അനുഭൂതി, ഒരു എന്തോ നമ്മൾ അവിടുന്ന് നേടിയെടുത്തു എന്നുള്ളൊരു തോന്നലിലേക്ക് വരുമ്പോഴാണ് ഈ യാത്രയുടെ പ്രസക്തി എന്താണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ ഉള്ളിലുണ്ടായിരുന്ന സരോവരത്തെ കൈലാസത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഭൃഗുപർവ്വത നിരകളിലേക്കുള്ള യാത്രയുണ്ടല്ലോ, മഞ്ഞുഗുഹയിൽ കഴിച്ചുകൂട്ടിയ ഒരു യാത്രയ്ക്ക് പോകുന്നുണ്ട്. അത് ഒന്ന് ഓർത്തെടുക്കാമോ? ഒന്നാമത് ആ യാത്ര പ്ലാൻ ചെയ്ത യാത്രയല്ലായിരുന്നു. തപോവനം വരെ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തില് അതിനുള്ള സംവിധാനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വളരെ യാദൃശ്ചികമായിട്ടൊരു ഷെർപ്പെ കണ്ടിട്ടാണ് നോർജിങ്ങിനെ ഒന്നും മറക്കാൻ പറ്റാത്ത ക്യാരക്ടറുകളാണ് അവർക്ക്. അങ്ങനെ നോർജിങ്ങിന്റെ കൂടെ കഥാപാത്രങ്ങളൊക്കെ കേരളീയരായ വായനക്കാർക്ക് വളരെ ഹൃദിസ്ഥമാണ്. നോർജിങ് എന്ന് പറയുന്ന ഈ ബാലൻ, ബിന്ദു എന്ന് പറയുന്ന ആ കോവർ കഴുത, പലരും ഒരുപാട് ടെലിഫോൺ കോളും ലെറ്ററുകളും അതൊക്കെ ഇത് എനിക്ക് ബോധ്യമാവുന്നുണ്ട്. അപ്പൊ ഈ നോർജിങ്ങിനെ കണ്ടുമുട്ടുന്നു. വളരെ യാദൃശ്ചികമായിട്ടൊരു യാത്ര തരപ്പെടുന്നു. പക്ഷെ അത് ഇത്ര ഒരു വിസ്മയജനകമായ ഒരു അനുഭവത്തിലേക്കാണ് അത് ചെന്നെത്തുക എന്നുള്ളത് അന്നൊരു ധാരണയില്ലായിരുന്നു. ഈവൺ അവിടെ ഉണ്ടായ പല അനുഭവങ്ങളും ഞാൻ ആദ്യം എഴുതാണ്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പം എന്റെ വാച്ചിന്റെ സ്തംഭനത്തെക്കുറിച്ചൊക്കെ ധാരാളം സ്റ്റഡികളും കാര്യങ്ങളൊക്കെ പിന്നീട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ണിൽ നിന്ന് പോകുന്ന പ്രകാശധാരകൾ വേവ്സ് ആയിട്ട് മാറുന്നത്, ഈ വേവ്സ് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ആ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ധാരാളം സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ ഇതിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട്. പല കോർണറിൽ നിന്നും ഒരുപാട് വിദേശ എഴുത്തുകാരുടെ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ ഗുഹയിലത്തെ അനുഭവം, ഞാനിത് ആദ്യം എഴുതാണ്ട് വിട്ടതാ. കാരണം എന്താ വെച്ചാൽ ഈ വാച്ചിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. വാച്ച് എന്റെ ഫ്രണ്ട് വഴി, വേണുഗോപാലൻ വഴി ദുബായിലെത്തി കഴിഞ്ഞിരുന്നല്ലോ. പക്ഷേ ഫസ്റ്റ് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് അതിന്റെ കറക്ഷൻ സ്റ്റേജിലാണ് മിസ്റ്റർ വേണുഗോപാലിന്റെ SMS വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലത് ആഡ് ചെയ്യുന്നത്. അതായത് ആ യോഗിയുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് വാച്ച് നിലയ്ക്കാണ്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അതും അതിനുശേഷം താങ്കൾ കാലത്തെ ചുമന്നുകൊണ്ട് നടന്നിട്ടില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ എനിക്കതൊരു ആവശ്യമായിട്ട് തോന്നുന്നില്ല, വാച്ചിന്റെ ഒരു ആവശ്യം തോന്നുന്നില്ല. അപ്പൊ ഈ ഗുഹയിൽ എത്തിപ്പെട്ട ആ ചുറ്റുപാട്, അതിൽ പിന്നെ രണ്ടാമത് ഉള്ളൊരു വിസ്മയം എന്റെ കാലിലുണ്ടായിരുന്ന പറ്റിയ മുറിവാണ്. ഓരോ യാത്രയിലും നമ്മൾ നിത്യം കാണുന്നത് ഇത്രയൊന്നും ഡീപ്പായിട്ട് പോവാത്ത യാത്രികർക്ക് പോലും ഈ സ്നോ ബൈറ്റോ ഗാംഗ്രൈനോ ഒക്കെ വന്നാല്, ഈ ഇപ്പൊ റീസെന്റ് ആയിട്ട് മെയ് മാസത്തിൽ കാല് ഈ ഇവിടെ വെച്ച് മുറിച്ച് മാറ്റിയ ഒരാളെ ഞാൻ കാണുന്നുണ്ട്. സ്നോ ബൈറ്റ് എന്ന് പറയുന്നത് യാത്രയ്ക്കാണ് സംഭവിക്കുന്നത്. ഈ വീഴ്ച, എന്തെങ്കിലും പരിക്ക് പറ്റുകയാണ്, കാല് തട്ട് അല്ലെങ്കിൽ വീഴുകയോ കുതിരപ്പുറത്തുനിന്ന് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ മുറിവുണ്ടാവുന്നു. ഈ മുറിവുണ്ടായി കഴിഞ്ഞാൽ ഒരു ഹിമാലയൻ സഞ്ചാരി ആദ്യം ചെയ്യേണ്ടത് അറ്റ് ദ ഏർലിയസ്റ്റ് യാത്ര ടെർമിനേറ്റ് ചെയ്യുക. അത് റിപ്പയർ ചെയ്യാനൊന്നും നിൽക്കരുത്. പിന്നെ അടുത്ത ഏറ്റവും ഡോക്ടറെ കാണുക, ദെൻ പ്രൊസീഡ് ടു എ ഗുഡ് നല്ലൊരു ഹോസ്പിറ്റലിൽ. കാരണം സാധാരണഗതിയിൽ അണുബാധയ്ക്ക് സാധ്യതയില്ലല്ലോ അവിടെ? സാധ്യതയുണ്ട്, ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ പട്ടാള ക്യാമ്പുകൾ വരെ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പട്ടാളത്തിന്റെ സേവനം ഏരിയ ആണല്ലോ കൂടുതലും മുഴുവൻ ഉള്ളത്. ഇവര് വരെ ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായ രീതിയിൽ പഠിച്ച് വെച്ചിട്ടുണ്ട്. ഗാംഗ്രൈൻ ഒരു ഏറ്റവും മാരകമായിട്ടുള്ളൊരു യാത്രയിലുണ്ടാവുന്നൊരു സംഭവമാണ്. നിമിഷങ്ങൾ മതി ഇത് പടർന്ന് പിന്നെ ആംപ്യൂട്ട് ചെയ്ത് കളയേ പറ്റുള്ളൂ. ഈ മുറിവുണക്കാൻ യോഗികൾ വളരെ കുറഞ്ഞ സമയം എടുക്കുന്നുള്ളൂ. അത് പിറ്റേ ദിവസം കാലത്തേക്ക് അത് ഉണങ്ങി ക്ലീനായി എന്നുള്ളത് അതൊരു വലിയൊരു വിസ്മയം തന്നെയാണ് ഹിമാലയ യാത്ര. ഈ യോഗികളുടെ ദർശനം എങ്ങനെയായിരുന്നു? ദർശനം ഞാൻ ഇപ്പൊ ഈ കിന്നർ കൈലാസത്തിൽ പോയപ്പോഴാണ് എനിക്കതൊന്നും കൂടി ബോധ്യമായത്. കിന്നർ കൈലാസത്തിൽ കണ്ട സ്ത്രീ പുരുഷന്മാര് ഏറ്റവും സൗന്ദര്യ, ഇപ്പൊ നമ്മളിതില് മൂവിയിൽ കാണുന്നു, അവരുടെ നിറം, അവരുടെ രൂപം, അവരുടെ ആകൃതി ഒക്കെ സംഗീതത്തിന്റെ ബേസുള്ളവരാണ് എല്ലാവരും.
കിന്നരന്മാര് സംഗീതത്തിന്റെ ആൾക്കാരാണല്ലോ. അതേപോലെയുള്ള ഒരു അസാമാന്യ രൂപഭംഗിയാണ് ഈ സന്യാസിമാർക്ക് കണ്ടത്. ഉയരവും എല്ലാം പ്രൊപ്പോർഷനേറ്റ് ആണ്. അത്ഭുത സിദ്ധികളാണ് അത് മുഴുവൻ. ഈ കുട്ടി ഗ്രാമത്തിലെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റ്, ഈ സന്യാസിമാരുടെ അവരുടെ കണ്ണുകൾ ചാർക്കോളുമാരിയായി യോഗനിദ്രയിലിരിക്കുന്ന ഒരവസ്ഥ ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇത് എങ്ങനെ പോസിബിൾ ആവുന്നുള്ള എന്റെ സംശയവും തീർക്കുന്നത് ഈ കുട്ടി ഗ്രാമത്തിലെ യോഗിനിയമ്മയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞാനൊരു അരമണിക്കൂർ സമയം കൊണ്ട് ഞാൻ ആ പോസ്റ്റിലേക്ക് വരാം, ലൈറ്റൊക്കെ കെടുത്തി, അത് കമ്പരാന്തലൊക്കെ ലൈറ്റ് ആക്കി, ഈ ഇത് കത്തിക്കുന്നുണ്ടല്ലോ, ഫയർ കത്തിക്കുന്നുണ്ട്, ചൂട് ഇല്ലാണ്ട് അതൊക്കെ അടച്ചു, തിരിപ്പോട് കടച്ചു, സമ്പൂർണ്ണ ഇരുട്ട്. ഇവര് കംപ്ലീറ്റ് ഡ്രസ്സ് ഒക്കെ മാറ്റണം, ഇതിന് എല്ലാം മാറ്റിയിരുന്നപ്പോ അവരിയ്ക്കുന്ന ഒരു പോയിന്റ് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. പൂരാ കൂരിരുട്ട്, എല്ലാം ജനലുകളൊക്കെ എല്ലാം മറച്ച് ഇതാക്കി. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ പ്രകാശം, അഗ്നി. ക്രമേണ ഇവരുടെ രൂപം തെളിഞ്ഞു. ക്രമേണ കണ്ണുകള് അഗ്നി ചാർക്കോള് പോലെ തെളിഞ്ഞു. അരമണിക്കൂറോളം കഷ്ടിയെടുത്തുള്ളൂ. ആ രൂപത്തിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ അവരുടെ മുഴുവൻ നരച്ച മുടിയാണ്. അതൊക്കെ ഇങ്ങനെ വേർപെട്ട് പാറി നിന്ന് തുടങ്ങി. ശരിക്കും നമുക്ക് കൂടുതൽ അവരെ നോക്കിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. യോഗാവസ്ഥയുടെ ഒരു തലമാണോ? ഒരു തലാണത്, അതിന്റെ ഒരു തലാണ്. ഇതിന് പല അവസ്ഥകളുണ്ട് അതിന്. അതായത് നമ്മൾ ആദ്യം ഇതിന്റെ ഒരു മെഡിറ്റേഷൻ പരിശീലിക്ക് വരുമ്പോൾ അത് ഒരു ബ്ലാക്ക് നിന്ന് തുടങ്ങുന്നു, സിൽവറിലേക്ക് വരുന്നു, ചോപ്പിലേക്ക് വരുന്നു, നീലയിലേക്ക് വരുന്നു. നീലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റഡിയായി. അതുവരെ ഈ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നീലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്ലൂ പേളിലേക്കാണ്, നീലമുത്ത്. അതാണ് അതിന്റെ യോഗ ഇതിൽ പറയാം. നീലമുത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിന്ദു ശരിക്കും കാണാം, ഒരു സ്പോട്ടിലേക്ക് വരും. ഈ സ്പോട്ടിൽ നിന്നാണ് നെക്സ്റ്റ് നീലേശ്വരിയിലേക്ക് കിടക്കുന്നത്. നീലേശ്വരിയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ശരിക്ക് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരും. അതിനൊക്കെ ഓരോരോ ദൃശ്യ രൂപങ്ങളുണ്ട്, ചെറിയ മൈന്യൂട്ടായിട്ട്. പിന്നെ കിടക്കുമ്പോഴാണ് വജ്രശ്രീയിലേക്കൊക്കെ കിടക്കുമ്പോഴാണ് ഈ ദേവി ദർശനം.